ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുണ്ടക്കലമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. മോൾ എന്നോട് ക്ഷമിക്കണം. ഇനി മുതല് ഞാൻ മോളുടെ കൂടെയാ. ഇനി മോൾ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം. എന്നെ കൊല്ലില്ലേ, എന്നെ കൊല്ലില്ലേ, ഈ കൊച്ചിനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. കൂതറത്തോളെ പുറത്തിറങ്ങ. അയ്യോ അയ്യോ രൂപണി, ചീത്ത വിളിക്കാതെ, ഞാനൊന്ന് പറയട്ടെ. മറുകണ്ട ചാടി അവളോടൊപ്പം കൂടിയവളാ നിങ്ങള്. പുറത്തിറങ്ങ, ഇറങ്ങ അങ്ങോട്ടെ. അയ്യോ മോളെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ശവത്തെ കുത്തല്ലേ, എന്തിനും ഏതിനും ഒരു മറുകൃതിയില്ലേ. ഞാനൊന്ന് കുമ്പസരിക്കട്ടെ. കുമ്പസരിക്കാനേ ഇത് പള്ളിമേടയല്ല, ഞാൻ പള്ളിയിലെ അച്ഛനും അല്ല. മോളെ, ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മധ്യസ്ഥനോട് പറയുന്നതിന് കുമ്പസാരം ഒന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കേ, എന്നിട്ട് എന്നെ അടിച്ച് വെളിയിലാക്കിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം മോളെ, ഇടിവെട്ടിയവനെ പട്ടി കടിച്ച കഥയാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഇടിവെട്ടിയവനെ പട്ടിയല്ല പാമ്പല്ലേ കടിച്ചത്. അല്ല, എല്ലാ സ്ഥലത്തും പാമ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. ആ അത് ശരിയാ, നിങ്ങൾ പറയ്. രാജു രമ്യയെ കെട്ടിയേക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത്, പക്ഷെ നടന്നില്ല. നിങ്ങളുടെ കല്യാണ വെള്ളം മുങ്ങിയപ്പോ ഞാൻ വേറൊരു വെള്ളത്തിൽ ചാടി കയറി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ എനിക്കിപ്പൊ പശ്ചാത്താപമുണ്ട്. അവളും അവനും കൂടെ നിങ്ങൾ അവിടെ നിന്ന് അടിച്ച് വെളിയിലാക്കി കാണും. അതായിരിക്കും സേവ പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അയ്യോ അയ്യോ അയ്യോ, അല്ല അവളുടെ കാര്യം വല്ലതും രൂപിണിക്ക് കേക്കണോ? എന്താ എന്താ അവളുടെ കാര്യം? അവളെ മന്ത്രിയുടെ മകളും അല്ല, തന്ത്രിയുടെ മോളും അല്ല. അവള് പിച്ചക്കാരിയാ, വെറും പിച്ചക്കാരി. നിങ്ങൾ എന്താ മുണ്ടക്കലമ്മ ഈ പറയുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ടിരിക്കെ, ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും മുണ്ടക്കലമ്മേ. അതെ, അവളെ വർമ്മ ഒഴിവാക്കിയതാ. സത്യം പറഞ്ഞ വർമ്മ മകളായ ഇവളെ ഷവർമ്മയാക്കി. ഷവർമ്മയാക്കിയെന്നോ? എന്താ അത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ രൂപിണി, അവളയിലെ 10 നയാ പൈസ ഇല്ല. വർമ്മ അവളെ ഒന്നും കൊടുക്കാതെ ഒഴിവാക്കിയതാ. എന്നിട്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം, വേണമെങ്കിൽ കേട്ടോ. അയ്യേ, ഞാനങ്ങ് അയ്യടാന്നായി പോയി. ഹോട്ടലുകാരൻ എന്നെ പിടിച്ച് സവാള അരിയാൻ നിർത്തുമോന്ന് ഞാനങ്ങ് പേടിച്ചു പോയി. ദൈവമേ, ഇനി ഇവൾ എന്ത് ചെയ്യും? അവളെ രാജു അടിച്ച് വെളിയിൽ കളയും. 10 പൈസ ഇല്ലാത്ത അവളെ രാജുവിന് എന്തോന്നിന്? അവള് അനുഭവിക്കും, അനുഭവിക്കട്ടെ. ദണ്ടേ രുക്മിണി, അവക്കല്ലെങ്കിലും അവിടെ യാതൊരു സ്വസ്ഥതയില്ല എന്റെ രുക്മിണി. ഒന്നുകിൽ താലിമാല രാജു പൊട്ടിക്കും, അല്ലെങ്കിൽ അവള് തന്നെ അത് പൊട്ടിച്ചിട്ട് പാട്ടിന് പോകും. ദേ, ഇത് കേട്ടാ മതി എനിക്ക്. അല്ല, മുണ്ടക്കലമ്മ ഇനി മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കോ? അയ്യോ, നിങ്ങളുടെ കൂടെ തന്നെ, ഇന്ന് മുതല്, ഈ നിമിഷം മുതല്. എനിക്ക് രമ്യ കൊച്ചിനെ ഒന്ന് കാണണം. എനിക്ക് മാപ്പ് ചോദിക്കാനാ. ചെല്ല്, അവള് മുകളിൽ മുറിയിലുണ്ട്. മോളെ രമ്യേ, മുണ്ടക്കലമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. മോൾ എന്നോട് ക്ഷമിക്കണം. ഇനി മുതല് ഞാൻ മോളുടെ കൂടെയാ. ഇനി മോൾ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം. എന്നെ കൊല്ലില്ലേ, എന്നെ കൊല്ലില്ലേ, ഈ കൊച്ചിനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ.
ബാങ്ക് മാനേജറോട് ഞാൻ സംസാരിച്ചു മാഡം. എനിക്കറിയാവുന്നതാണ് അദ്ദേഹം. എന്താ രാജു? ആ, മാഡത്തിന്റെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്തിരിക്കുക. ഫ്രീസ് ചെയ്തിരിക്കുന്നോ? അതെ, അതാ അന്നേരം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വന്നത്. ആരാ എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്? അതൊക്കെ നമുക്ക് തിരക്കാം. എന്തായാലും ഒരാളുടെ അക്കൗണ്ട് അങ്ങനെയൊന്നും മതിയായ റീസൺ ഇല്ലാതെ മറ്റൊരാൾക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ബാങ്കിൽ പോ. വലിയ അഡ്വൈസ് ആണെന്നൊന്നും കരുതരുത്. എനിക്ക് മാഡത്തോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ രാജു? ദൈവത്തെ ഓർത്ത് ഈ കൾച്ചർ ഇല്ലാത്തവരുടെ കൂടെ ഒന്നും മാഡം കണ്ട ഹോട്ടലിലൊന്നും പോകരുത്. മാത്രമല്ല, ഇരുന്ന് തിന്നുന്നവരെ തുറന്ന് തിന്നുന്നവരാ എന്റെ അളിയനും അളിയന്റെ അമ്മയും. അവരോടൊന്നും കൂടുതൽ കമ്പനി വേണ്ട. അവര് നമ്മളെ നാണം കെടുത്തും. മാഡത്തിന് ഒരു നിലയും വിലയുണ്ട്, അന്തസ്സുണ്ട്, സംസ്കാരമുണ്ട്. ഇവരുടെ കൂടെ കൂടിയാ അത് നഷ്ടാവും. രാജു പറഞ്ഞത് എത്ര ശരിയാ. സത്യത്തിൽ എന്റെ കാശിന് വേണ്ടിയില്ലേ കൊച്ചുമണി വല്യമ്മേനെ സ്നേഹിച്ചത്. ഇതൊന്നും രാജുനോട് പറയണ്ട. രാജു അവരെ വിളിച്ച് ചൂടാവും. വാട്ട് ആർ യു തിങ്കിങ് മാഡം? നത്തിങ് രാജു. മാഡം ഒരു പാവ, പലരും പറ്റിക്കും. ആ വലയിലൊന്നും പോയി വീണേക്കരുത്. മാഡം വാ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞേക്കണേ. ഉത്തരത്തിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്തു. അതെ, മനപ്പായസം കുടിച്ചത് മാത്രം മിച്ചം. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എത്ര എത്ര കിനാക്കളായിരുന്നു. അല്ല, അതൊരു സിനിമാ പാട്ടല്ലേ? ഈ സിറ്റുവേഷന് ചോദിച്ചതാ, അതാ എടുത്തിട്ട് താങ്ങിയത്. എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ടല്ല, അമ്മയുടെ കാര്യം ഓർത്തിട്ടാ സങ്കടം. എന്ത് സങ്കടം? അമ്മ ഒരു കൊട്ടാരം മോഹിച്ചു പോയില്ലേ? അതിനകത്ത് മഹാറാണിയെ പോലെ വിലസാമെന്ന് സ്വപ്നവും കണ്ടതല്ലേ? അത് ശരിയാടാ. സൂര്യമംഗലംകാർക്ക് ഒത്തിരി കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കൃതിയൊക്കെ ഒരു തേങ്ങാക്കൊലയില്ലെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അതല്ലേ രമ്യയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അമ്മയോട് പറഞ്ഞത്. ആ ശരിയാ. അവളാണെങ്കി കൊട്ടാരം ഒന്നും തന്നില്ലെങ്കിലും കാശായിട്ടാണെങ്കിലും എന്തെങ്കിലും തരുമായിരുന്നു. ഇവൾ ഇത്രയ്ക്ക് ദരിദ്രവാസിയാണെന്ന് ഞാൻ അറിഞ്ഞോ? വിഷം വാങ്ങിച്ച് തിന്നാൻ പോലും 10 കാശ് കയ്യിലില്ലാത്ത മന്ത്രിയുടെ മോള്. അമ്മേ, ഓ, ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ ഒക്കെ ഭൂലോക മണ്ടത്തരോ? നോവിനാലേ